ഹരി ഓം. അങ്ങനെയില്ല, രണ്ടാണ്. അവധൂതനും സന്യാസി ഒന്നല്ല, രണ്ടാണ്. സന്യാസി ചിലപ്പോ ഒരു ആശ്രമം ഉണ്ടാവും, ആചരണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആചരണങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് സന്യാസി. ചില കാര്യങ്ങളിൽ സ്വീകരണമുണ്ട്, ചില കാര്യങ്ങളിൽ നിരാകരണമുണ്ട്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം. അവധൂതനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കാനുമില്ല, സ്വീകരിക്കാനുമില്ല. അയാൾ അവിടെ നിന്ന് ഒറ്റ പോക്ക് പോകും. അങ്ങനെയാണ് അവധൂതന്റെ അവസ്ഥ. പിന്നെ അവധൂതന്റെ അവസ്ഥ കൊണ്ട് കൂടുതലും പ്രാപഞ്ചികമായ സിദ്ധികളും പ്രാപഞ്ചികമായ സുഖസൗകര്യങ്ങളാണ് കൂടുതലും ലഭിക്കുക. സന്യാസിയുടെ സാമീപ്യം കൊണ്ട് കിട്ടുന്നത് അറിവാണ് കിട്ടുന്നത്. മോക്ഷദായകമായ അറിവാണ് സന്യാസിയുടെ സാമീപ്യം കൊണ്ട് കിട്ടുന്നത്. എന്നാൽ അവധൂത സാന്നിധ്യം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രപഞ്ച നിലനിൽപ്പിൻ്റെതായ കാര്യങ്ങൾ. അപ്പോ രണ്ടും രണ്ടാണ്. ഒരാളുടെ സാന്നിധ്യം കൊണ്ട് അറിവുണ്ടാവും, ഒരാളുടെ സാന്നിധ്യം കൊണ്ട് ഇതുണ്ടാവും. നമുക്കൊരു ഇരുട്ട് കാണുന്നുണ്ടെങ്കിൽ വെളിച്ചം മൂതി കിടക്കണം. വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട് വേണ്ടെന്ന് വെക്കണമെങ്കിൽ വെളിച്ചം തരണം, പ്രകാശിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. സാധാരണ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സന്യാസി അവധൂതൻ അല്ലെങ്കിൽ അവധൂത സന്യാസി എന്നൊക്കെ അങ്ങനെ ഓരോ പരാമർശങ്ങളുണ്ട്. പല പല ചിന്താഗതികളിലൂടെയും പല പല തെറ്റിദ്ധാരണകളുണ്ട്. അവധൂത സന്യാസി എന്നൊക്കെ പറയുമ്പോൾ അവധൂതനും സന്യാസി ഒന്നാന്നുള്ള രീതിയിൽ അവധൂത സന്യാസി എന്നൊക്കെ സാധാരണ ചിലപ്പോൾ വിളിച്ചു വരാറുണ്ട്. ഒന്നിനും താല്പര്യമില്ലാത്തതായ സന്യാസി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അവധൂതനെയാണ് അവധൂതൻ എന്നുള്ള സങ്കല്പമൊക്കെ വരും. അതൊക്കെ പറഞ്ഞാൽ അവധൂതന് ഇപ്പോൾ ഒന്നിന്റെ ആവശ്യമില്ല. ഒന്നിന്റെ ആവശ്യമില്ലാതെ ഏകനായിട്ട്, ഏകാന്തനായിട്ട്, സ്വസ്ഥനായിട്ട്, സ്ഥലങ്ങളില്ല, ദേശങ്ങളില്ല, വസ്ത്രങ്ങളില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല, പ്രിയങ്ങളില്ല, അപ്രിയങ്ങളില്ല, ഭക്ഷണകാര്യങ്ങളിൽ സസ്യാഹാരം, മാംസാഹാരം അങ്ങനെയുള്ളതൊന്നുമില്ല, ഭേദങ്ങളില്ല. അയാൾ ചിലപ്പോൾ മാംസാഹാരം കഴിക്കുന്നു വരും, ചിലപ്പോൾ സസ്യാഹാരം കഴിക്കുന്നു വരും, മണിക്കൂറുകളോളം ധ്യാനിച്ചുകൊണ്ടിരുന്നെന്ന് വരും, ചിലപ്പോൾ ആരോടും സംസാരിച്ചില്ല എന്ന് വരും, സംസാരിക്കണമൊക്കെ ഭ്രാന്തന്മാരുടേതായ രീതിയിലായി വരും. അങ്ങനെയൊക്കെ അവസ്ഥ വരും. സന്യാസി അങ്ങനെയൊന്നും പറയണില്ല. അപ്പൊ സന്യാസി എങ്ങനെ അവധൂതനാവാം? അപ്പൊ വ്യത്യാസമുണ്ട്. ഇവിടെ കുളിക്കലുണ്ട്, നനയ്ക്കലുണ്ട്, അവരുടെ സന്യാസ സമ്പ്രദായത്തിൻ്റെതായ ആചരണങ്ങളുണ്ട്, എല്ലാം ഇതിലുണ്ട്. മറ്റേതിൽ ആചരണങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതേത് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് ഒരാളുടെ ശ്രേഷ്ഠത കണക്കാക്കുന്നത്. ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. നമ്മൾ ഒരാളെ കാണാൻ പോവാണ്, ഭൗതികപരമായ കാര്യങ്ങൾ നടക്കേണ്ടത് പറഞ്ഞാൽ ഭൗതികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുക ഒരാളുടെ എന്ന് പറഞ്ഞാൽ അത് ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ അത് അവധൂതാവസ്ഥയിൽ നിന്നാണ് കിട്ടുക. അല്ലെങ്കിൽ ജ്ഞാനം പൂർത്തീകരണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം നിലനിൽക്കേണ്ട ആവശ്യമില്ല. അവധൂതൻ പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഈ ശരീരം നിലനിൽക്കണം. ശരീരം നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈശ്വരപരമായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിനൊക്കെ ആയിട്ട് അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും പലതും കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ശരീരം നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ പ്രാപഞ്ചികപരമായ ആവശ്യങ്ങൾക്ക് കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹാശ്വസങ്ങളോടെ അവരുടെ കാര്യങ്ങൾ നടത്താനും ഒക്കെ ഒരു കാരണമായി തീരുന്നത്. സന്യാസിയെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ ജ്ഞാനപരമായ വിഷയങ്ങളിലേക്കാണ് കൂടുതൽ പോകാറുള്ളത്. സർവസംഘ പരിത്യാഗ സന്യാസി അവർ ചെയ്യണത് സർവസംഘങ്ങളെയാണ് പരിത്യാഗിക്കുന്നത്. സർവസംഘങ്ങളെയും പരിത്യജിച്ച് ഒരു ആത്മരാമനായിട്ടിരിക്കുന്ന സന്യാസിയിൽ നിന്ന് അവരുടെ കയ്യിലെ ഈശ്വരൻ കൂടി അവരുടെ നിയന്ത്രണത്തിലാണ്. അവധൂതൻ പറഞ്ഞാൽ ഈശ്വരന്റെ ദൂതനായിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ ദൂതനായിട്ടുള്ള ആളാണെങ്കിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അല്ല. ഇവിടെ പറഞ്ഞാൽ ഈശ്വരൻ കൂടി അവർ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ കൂടി അവരുടെ കയ്യിലാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്താണ്? മോക്ഷദായകമായ അറിവ് മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, വേറെ ഒന്നും അവരൊന്നും കിട്ടില്ല. അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഐശ്വര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭാഗവതത്തിന്റെ ഒരിടത്ത് പറയണ്ടേ, എന്റെ ഭക്തനെ ഞാൻ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവന്റെ ഐശ്വര്യങ്ങൾ എടുത്തുകൊണ്ടാണെന്നുള്ള പരാമർശമുണ്ട്. അവന്റെ ഐശ്വര്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കും. അപ്പൊ ഭഗവാൻ ഒരാളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ ഐശ്വര്യങ്ങൾ എടുക്കുന്നതാണ്. അവന് ലൗകികപരമായ എന്തിനോടൊക്കെ അടുപ്പം തോന്നണോ അല്ലെങ്കിൽ ലൗകികപരമായ കാര്യങ്ങളിലേക്ക് അവന് ഇത് പോകണമെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മനസ്സിൽ തോന്നിപ്പിക്കും. അതാണ് അവിടെ ചെയ്യുക. അത് പറഞ്ഞ പോലെയാണ്. അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. രണ്ട്
രണ്ടാണ്. അവധൂതനും സന്യാസി രണ്ടാണ്. അത് അവധൂതനും സന്യാസി ഒന്നാണ്, അല്ലെങ്കിൽ ഒരേ അവസ്ഥകളാണെന്നും പറഞ്ഞ കാര്യമില്ല. രണ്ട് അവസ്ഥകൾ തന്നെയാണ്. ചെറിയൊരു കുപ്പായിട്ട് വലിയ ആൾക്കിടാനോ വലിയൊരു കുപ്പായെടുത്ത് ചെറിയ ആൾക്കിടാനൊന്നും പറ്റില്ല. രണ്ടുപേർക്കും വസ്ത്രം നോക്കുമ്പോൾ ഒന്ന് തന്നെ, ഒരേ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ തന്നെ. കുപ്പായങ്ങൾ രണ്ടുപേർക്ക് രണ്ടാണ്. അത് ഒരേ കുപ്പായം രണ്ടുപേർക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. രണ്ടാണ്, ഒന്നല്ലാന്ന് മനസ്സിലാക്കാം. രണ്ടുപേരെ സമീപിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കാം. അല്ലെങ്കിൽ എതിരാളെ സമീപിക്കണോ, അത് നമ്മുടെ ജിജ്ഞാസ അനുസരിച്ചിട്ടാണ് ആളെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് അവിടെ നിന്ന് അതാ കൊടുക്കാൻ കഴിയുള്ളൂ. മണ്ണെണ്ണ കടയിൽ പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണയല്ലേ കിട്ടുള്ളൂ, മണ്ണെണ്ണ കഷ്ണല്ലേ കിട്ടുള്ളൂ. ബാക്കിയുള്ള കടകളൊന്നും അവിടെ നിന്ന് കിട്ടില്ല. കാരണം അതൊന്നും അവിടെ ഇല്ല, അതൊന്നും കൊടുക്കാനുള്ളതല്ല അവിടെ. പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ഓയിൽ ഇതൊക്കെ മേടിക്കാം. ആണെങ്കിൽ വണ്ടിക്ക് കാറ്റ് നിറയ്ക്കാം. നല്ലത് ഒരു അരക്കിലോ പഞ്ചസാര ഒന്നും പെട്രോൾ പമ്പിൽ പോയി ചോദിക്കാൻ പറ്റില്ല, അത് അതിനുള്ള സ്ഥലമല്ല. അങ്ങനെ ഓരോ വ്യത്യാസമുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പൊ രണ്ടും ഒന്നല്ല, അത് രണ്ട് തന്നെയാണ്. സന്യാസിയെ കൊണ്ട് അവധൂതൻ സങ്കല്പം ചെയ്യുന്ന ആൾക്കാർക്കുള്ള സങ്കല്പം നടക്കുകയോ, അല്ലെങ്കിൽ അവധൂതനെ കൊണ്ട് സന്യാസി സങ്കല്പം പ്രതീക്ഷിക്കുന്ന ആൾക്ക് അത് കിട്ടുക, രണ്ടും ഉണ്ടാകുന്ന വരില്ല. രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് അതായത് പറയില്ല സാറിന് മിന്നണമെല്ലാം പൊന്നല്ല എന്ന് പറയില്ലേ. ഇപ്പൊ മിന്നുണ്ട് നമുക്ക് പൊന്നായിട്ട് മാറില്ല. രണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ്. ശരി, ഹരിയാണ്.